ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങൾ ഒരു കുക്കിംഗ് വ്ളോഗ് ആണെന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. ഇത് വീട്ടിൽ നിന്ന് ഒരു 5 ഭക്ഷണപ്പൊതി ആശുപത്രിയിലുള്ള രോഗികൾക്ക് വേണ്ടി കൊടുക്കണം. അതിന് വേണ്ടി ഞാൻ ചെയ്ത വീഡിയോ ആണ് കേട്ടോ. ഇതൊന്നിൻ്റെയും പ്രമോഷനോ അങ്ങനെ ആയിട്ടൊന്നും പറയല്ല, പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞാനിന്ന് 5 ഭക്ഷണപ്പൊതിയാണ് പറഞ്ഞത്. ഏട്ടൻ ഇന്നലെ രാത്രി വളരെ പെട്ടെന്ന് പറഞ്ഞതാണ് കേട്ടോ. നമ്മളങ്ങനെ പ്രിപ്പയർ ചെയ്യാനില്ല, അതുകൊണ്ട് വീട്ടിലുണ്ടായിട്ട് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പം ആദ്യം ചോറൊക്കെ ആയി. ഞാൻ എന്താ പറയുക, ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയാണ്. സാധാരണ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കുമ്പം അങ്ങനെ നമ്മൾ തേങ്ങയൊന്നും ഇവിടെ ചേർക്കാറില്ല. ഏട്ടൻ അങ്ങനെയൊന്നും തേങ്ങ ചേർക്കുന്നൊന്നും ഇഷ്ടമല്ല. പക്ഷെ ഞാൻ പുറത്ത് കൊടുക്കുമ്പോൾ ഒരു ഇതായിക്കോട്ടെ വെച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്തു, ഒരു തോരൻ പോലെ ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കി. അപ്പം അങ്ങനെ ഉണ്ടാക്കി. പിന്നെ കുറച്ച് ചെറുപയറിൻ്റെ ഉപ്പേരി ഉണ്ടാക്കാൻ വെച്ചിരുന്നു. അപ്പോൾ അങ്ങനെ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് ഇടയ്ക്കിടയ്ക്ക് ഇതായോ നോക്കുകയാണ്. കുറച്ച് നേരം ഇതാക്കി വെച്ചു. പിന്നെ കറിയായിട്ട് എന്താ വെച്ചാൽ ഇളവൻ മോരൊഴിച്ച് വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. കാരണം വേറെ പച്ചക്കറികളൊന്നും വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞായതുകൊണ്ടേ രാത്രി വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെയൊന്നും ഉണ്ടാക്കാനും കഴിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ മോരുകറി ഉണ്ടാക്കാൻ വിചാരിച്ചു. അങ്ങനെ എന്താ ചെയ്തു, ഇതിനിടയിൽ നമ്മൾ രാവിലത്തെ ചായക്കടീൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കിയത് റാഗി ദോശയാണ് കേട്ടോ. ഞാൻ മോര് കറി ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച കാരണം തന്നെ വീട്ടിൽ ഒഴിച്ച് വെച്ച മോര് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കാൻ വെച്ചാൽ അങ്ങനെ മോര് കറി വറവൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മീൻ പൊരിക്കണം. മീനൊന്നും രാത്രി ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ കിട്ടിയില്ല. അപ്പോൾ ഇത് വീട്ടിലുണ്ടായിരുന്ന മീനായിരുന്നു. ഇത് നമ്മളെ കോരാന്നൊക്കെ ഇവിടെ പറയും, ചില ഭാഗത്ത് ഇതിന് കിളിമീൻ എന്നൊക്കെ പറയും തോന്നുന്നുണ്ട്. അതിൻ്റെ കുഞ്ഞു കുട്ടികളാട്ടോ ഉള്ളത്. അതങ്ങനെ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചെറുപയർ റെഡി ആയിരുന്നു. അപ്പോൾ ഞാനത് എന്താ പറയുക, മെഴുക്കുവരട്ടി മാതിരി വറവിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കെന്താ അതിൻ്റെ ഇല വാട്ടിയെടുക്കണം. അങ്ങനെ ഓരോ ഇലയും വാട്ടിയെടുത്ത് 5 ഇല കേട്ടോ. അപ്പോൾ പൊതിച്ചോറാന്ന് പറഞ്ഞപ്പോൾ മോക്കൊരാഗ്രഹിക്കും എന്ന് ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നേരം ഉച്ചയ്ക്ക് പൊതിച്ചോറ് മതി. പനി ആയതുകൊണ്ട് മക്കൾ പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ഇട്ടുന്നില്ല പനിയാണെന്നുള്ളത്. അങ്ങനെ ഇലയും വാട്ടി ഇതാ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടോ. ഇനി പാക്ക് ചെയ്യാണ്. അപ്പോൾ 5 ഇലയും പേപ്പറിൻ്റെ മേലെ വെച്ച് നിരത്തി വെച്ചിട്ട് ഓരോന്നിലായിട്ട് ഇടുകയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളും ചെയ്യുകൊണ്ട് കേട്ടോ. കാരണം നല്ലതാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ആരോഗ്യമില്ലാത്തവർക്കും പാവപ്പെട്ടവർക്കും എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമല്ലോ ചെയ്യുമ്പം. അങ്ങനെ ആ ഒരു മനസ്ഥിതിയിൽ ചെയ്യണതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 5 ഇലയും ഓരോന്നും ആദ്യം ചോറ് വിളമ്പി, ഉപ്പേരിയും മെഴുക്കുവരട്ടിയും ചെറുപയർ മെഴുക്കുവരട്ടിയും അച്ചാർ വീട്ടിലുണ്ടാക്കിയ തന്നെ അച്ചാറാട്ടോ. നാരങ്ങ ഉപ്പിലിട്ട് മുന്നേ ഒരു വീഡിയോ ഞാൻ ഇട്ടുന്നല്ലോ ഷോർട്സ്. അപ്പോൾ ആ നാരങ്ങ കൊണ്ട് അച്ചാറുണ്ടാക്കിയതാണ്. അങ്ങനെ അച്ചാറെല്ലാം വെച്ച് ഞങ്ങൾ പൊതിയാണ്. ആദ്യമായിട്ടാണ് 5 പൊതി എടുക്കുന്നത്. കാരണം കൊണ്ടുപോകുന്ന ടീമിനും പെട്ടെന്നുണ്ടായൊരു ഇതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ 2-3 പൊതികളാണ് അവർ ഇതാക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ ഇപ്രാവശ്യം 5 പൊതി കുറച്ച് വലുതായിരുന്നു. പക്ഷേ കൊടുക്കണതിൽ സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ. ഇനിയും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ ചെയ്യണമെന്നാണ് ആഗ്രഹവും. ചെയ്യാൻ ശ്രമിക്കാറുമുണ്ട്. സാധാരണ പക്ഷേ എത്ര പൊതികൾ പറയാറില്ല. പ്രാവശ്യം 5 പൊതികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ 5 പൊതികൾ റെഡിയാക്കിയതാണ്. പക്ഷെ ചെയ്ത് കഴിയുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. കുറച്ച് മെനക്കെടേണ്ടി വന്നാലും നമ്മളെക്കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഒരു ഉപകാരം ഉണ്ടാവുക എന്ന് പറയുമ്പം അതൊരു ഇതാണല്ലോ. പിന്നെ നിങ്ങളുടെ വീട്ടിലൊക്കെ മോരുകറി വെക്കൽ എങ്ങനെയാണ്? നിങ്ങളെ റെസിപ്പി എങ്ങനെയാണ്? ഇഞ്ചിയൊക്കെ ചേർക്കാറുണ്ടോ? പലരും പല രീതിയിലാണ് ചെയ്യാറുള്ളത്. ഓരോ തോരനും മെഴുക്കുവരട്ടിയും കറികളൊക്കെ ഓരോ സ്ഥലങ്ങളുടെ അനുസരിച്ച് വ്യത്യാസം വരുമല്ലോ. ഏതായാലും ഞങ്ങളിവിടെ വീട്ടിൽ വയ്ക്കുമ്പം എന്താ പറയുക, കുറച്ച് ഇഞ്ചിയൊക്കെ ചേർത്തിട്ടാട്ടോ അരയ്ക്കുക. തേങ്ങ അരയ്ക്കുമ്പോൾ പിന്നെ നമ്മൾ വെള്ളം ചേർക്കില്ല. അതിന് പകരം തൈര് ഒഴിച്ചിട്ടാണ് ആക്കുക. വെള്ളത്തിന് പകരം തൈര് ഒഴിച്ചിട്ട് ഇതാക്കും. അങ്ങനെ ഞാൻ പാക്കിങ്ങൊക്കെ കഴിഞ്ഞു. ഓരോ ഇലകളും കെട്ടി വയ്ക്കുകയാണ്. ഇനി അതൊക്കെ കെട്ടി വെച്ചിട്ട് വേണം ഇനി കറിയാക്കാൻ വേണ്ടിയിട്ട്. കറി അതിനായിട്ട് ഒരു രാവിലെ തന്നെ കവറ് കൊണ്ട് തന്നിരുന്നു കേട്ടോ. കവറും അത് കെട്ടാനുള്ളതും കൊണ്ട് തന്നിരുന്നു. അങ്ങനെ ഞാൻ കറിയൊക്കെ ആക്കി. ഏതായാലും ഇന്ന് ഇത്രയേ ഉള്ളൂ. കാരണം അധികം പറയാനുള്ള ശേഷി എനിക്കില്ല. കാരണം മക്കൾക്ക് പനി വന്നതിന് ശേഷം എനിക്കും അങ്ങ് പനി വന്ന് ഞാനും വളരെ ടയേർഡാണ്. അപ്പോൾ അധികം സംസാരിക്കാനും പറയാനും ഒന്നുള്ള ശേഷിയില്ല.
എല്ലാവരും മഴക്കാലമാണ്, ശ്രദ്ധിക്കുക കേട്ടോ. പനിയൊക്കെ വന്നാൽ ഭയങ്കര ക്ഷീണമാണ്. പനി മാറുന്നുണ്ട്, പക്ഷേ ക്ഷീണം മാറുന്നില്ല എന്നുള്ളതാണ് ഭയങ്കര പ്രശ്നം. ഏതായാലും ഞാൻ ഇന്നത്തെ വീഡിയോ എത്ര വെച്ച് നിർത്തുകയാണ്. എല്ലാവരും നല്ലതുപോലെ ശ്രദ്ധിക്കുക, കുട്ടികളെ ശ്രദ്ധിക്കുക. ഓക്കെ, വെള്ളമൊക്കെയാണ് തോട്ടിലും പുഴയിലും തോട്ടിലൊക്കെ നീന്താനൊക്കെ പോകുമ്പോൾ മക്കളെ ശ്രദ്ധിക്കുക. ഓക്കെ, ഓരോരോ അപകടങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. എല്ലാവരും നല്ലപോലെ സുരക്ഷിതരായിട്ടിരിക്കുക. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കാനും പ്രാർത്ഥിക്കുന്നു. ഇനിയൊരു പുതിയൊരു വ്ളോഗിലൂടെ വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ.